ഇപ്പോൾ പിന്നെ റോഡുകൾ ഏകദേശം 117 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പീച്ചി വാടാനി കോറിഡോർ ഇപ്പോൾ പൂർണ്ണതയിലെത്തി. ഞാൻ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിൻ്റെ പിന്നെ നിർമ്മാണ പ്രവർത്തനം അതിൽ കൂട്ടിയിട്ടില്ല. പക്ഷേ BMNBC നിലവാരത്തിലേക്ക് റോഡ് ഉയർത്തുന്ന പദ്ധതികൾ ഇപ്പോൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വളരെ ചുരുക്കം റോഡുകൾ മാത്രമേ PWDയുടേതായി BMNBC നിലവാരത്തിലേക്ക് ഉയർത്താൻ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ വടക്കാഞ്ചേരി ഇപ്പോൾ 2-3 പിന്നെ മേഖലയായിട്ടാണല്ലോ. ഒന്ന് അയ്യന്തോൾ മേഖലയുണ്ട്, വടക്കാഞ്ചേരി മേഖലയുണ്ട് നമ്മുടെ മണ്ഡലത്തിനകത്ത് തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി മേഖലയിൽ ഇനിയിപ്പോൾ നമുക്ക് കുമ്പളങ്ങാട്ടിൽ നിന്ന് ആറ്റത്തറ വരെയുള്ളൊരു കഷ്ണവും പിന്നെ നമ്മുടെ പനങ്ങാട്ടുകരയിൽ നിന്ന് കല്ലമ്പാറ തച്ചൻകുടി വരെയുള്ളൊരു കഷ്ണം ഒഴിച്ച് ബാക്കി എല്ലാ PWD റോഡുകളും BMNBC ആയി. പിന്നെ നമുക്ക് റെയിൽവേയുടെ പഴയ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ഗേറ്റിൻ്റെ, അതുപോലെ തന്നെ കുറാഞ്ചേരി. അത് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഈ മണ്ഡലത്തിലെ എല്ലാ റോഡും തെക്കുംകര, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് പഴയ, അപ്പോൾ അത് പൂർത്തിയാവുകയാണ്. അപ്പുറത്തും ആ നിലയിലാണ്. അപ്പോൾ പലതും നമുക്ക് PWD റോഡാണെങ്കിൽ പോലും നമുക്ക് പണം ലഭിച്ച ഉടനെ നിർവഹണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ PWDയിലെ റോഡ് അളക്കണം. BMNBC ആകുമ്പോൾ പിന്നീട് സ്പീഡ് കൂടും. അപ്പോൾ LA നടപടികളിലൂടെ അളന്ന് PWDയിലെ എല്ലാ പുറംപോക്ക് ഏറ്റെടുക്കണം. അങ്ങനെ അപ്പോഴേക്ക് ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇടേണ്ടതുണ്ടെങ്കിൽ അതിടണം. അതിൻ്റെ റീസ്റ്റോറേഷൻ വരും. അങ്ങനെ പക്ക പിന്നീട് ഒരു അപകടം വരാത്ത രീതിയിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ പണം അനുവദിച്ചാലും അതിനോടൊപ്പം നമുക്ക് നല്ലോണം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ പ്രൊജക്റ്റുകളും വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഉള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നേരത്തെയൊക്കെ ഒരു പദ്ധതി ഭരണാനുമതി കിട്ടിയാൽ 2 ഗവൺമെൻറ് മാറി വന്നാലും ചിലപ്പോൾ ആ പദ്ധതി നിർവഹണത്തിലേക്ക് എത്തുക അസാധ്യമായിരുന്നു. എനിക്കതിൽ പറയാനുള്ളത് മെഡിക്കൽ കോളേജിലെ എല്ലാ പദ്ധതികളും പ്രതിമാസം മോണിറ്ററിങ്ങിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഭരണാനുമതി കിട്ടുന്ന മുറയ്ക്ക് തന്നെ നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നിടത്തേക്ക് എത്തിയെന്നും അവസാനത്തെ ബജറ്റിൽ പോലും വെച്ച തുക ഭരണാനുമതി വാങ്ങി ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങി ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ ഏകദേശം 650 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. പിന്നെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 2 MRI സ്കാൻ, 2 പിന്നെ എന്താ പറയുക CT സ്കാൻ, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ പിന്നെ എക്സ്റേ മെഷീൻ. ഈ എക്സ്റേയും CT സ്കാനൊക്കെ 4.5 കോടിയാണ്. 10 കോടിയുടെയാണ് ഈ ഒരു MRI, 6.5 കോടി രൂപയുടെയാണ്. അപ്പോൾ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങി. അതുപോലെ തന്നെ ദന്തൽ കോളേജുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, അപ്പുറത്ത് ESIയുടെ ആശുപത്രിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓട്ടുപാറ ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർന്നുവെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ കെട്ടിട സൗകര്യങ്ങളുടെ പ്രശ്നം. ഏകദേശം 110 കിടക്കകളായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുക. കുറച്ച് സ്ട്രെങ്ത്തൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും അത് നമുക്ക് വീഴപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ OP ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ തന്നെ OP ബ്ലോക്ക് ഇപ്പോൾ പൂർണ്ണമായി മറ്റത് നിർവഹിക്കുകയാണ്. പക്ഷേ കെട്ടിടം പണിതാലും എക്യുപ്മെൻസും അതുപോലെ തന്നെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒപ്പം സജ്ജരിക്കുകയാണ്. 18 കോടി രൂപയിലധികം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രിക്കകത്ത് നടക്കുന്നത്.